കഴിഞ്ഞ ദിവസം ഒരു ന്യൂജൻ അപ്പസ്തോലന്റെ പോക്കറ്റിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇതാ വന്നു അടുത്തത്. നമ്മളിവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ശക്തി പൊട്ടാൻ പോവാ. സഭ എല്ലാം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവത്തിന്റെ ശക്തി നിന്നെ കുടുക്കിയ ആ കുരുക്കുന്ന ആത്മാവിൽ അറിയുന്ന പരിശുദ്ധമായ ശക്തിയും ദൈവത്തിന്റെ കരത്തെ തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ. പല വഴിയെ ഓടിയ ആശാൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു കള്ളപ്രവാചകന്റെ ഗുഹയിൽ ചെന്ന് കയറിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് കറക്കിക്കുത്ത് മേഖലയിൽ പച്ചപിടിച്ച് കയറി വരും. ഇത്തരം തരികിട ഉടായ്പകളെ സൂക്ഷിക്കണം. ഇവനെയൊന്നും സഭയിലോ വീട്ടിലോ വീടിന്റെ പറമ്പിൽ പോലും കയറ്റരുത്. വ്യാജ അന്യഭാഷയും കള്ളപ്രവചനവും കൊണ്ട് നടക്കുന്ന ഭൂലോക തരികിട. ബൈബിൾ വചനങ്ങളുടെ അർത്ഥവും വിലയും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത തികഞ്ഞ പോഷന്മാർ. നിലമ്പൂരിലും കോഴിക്കോടും ഒക്കെ പല ദേവദാസന്മാരെയും ഉപദ്രവിക്കാൻ നടന്നു ഒടുക്കം ഫീൽഡിൽ പിടിച്ചു നിൽക്കാനാണ് ഈ തരികിട നമ്പറൊക്കെ ഇറങ്ങുന്നത്. പണം ഉണ്ടാക്കാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയവരാണ് ന്യൂജൻ സുവിശേഷകർ. ആത്മഭാരം എന്നത് അവർക്കറിയില്ല. മറ്റുള്ളവരുടെ പേഴ്സിലെ കാശ് എങ്ങനെ തട്ടിയെടുക്കാമെന്ന ട്രെയിനിങ് ആണ് ആദ്യം പഠിക്കുന്നത്. സ്വമേധയ കർത്താവിന് കൊടുത്തവരാരും അവരുടെ തലമുറയും നശിച്ചു പോയില്ല. എന്നാൽ കഷ്ടപ്പെട്ട് ഓഹരി കർത്താവിനായി കൊടുക്കുമ്പോൾ അത് അർഹതയില്ലാതെ അനുഭവിച്ചാൽ തങ്ങൾക്ക് മാത്രമല്ല തലമുറകൾക്കും ശാപം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പറ്റിക്കാൻ എളുപ്പം മലയാളികളെയാണെന്ന് ഇവന്മാർക്കെല്ലാം കൃത്യമായി അറിയാം. ഇങ്ങനെ ദൈവത്തിന്റെ പേരും പറഞ്ഞുണ്ടാക്കുന്ന പൈസ ആശുപത്രിയിൽ കൊണ്ട് കൊടുക്കാതിരുന്നാൽ മതിയായിരുന്നു. കഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ. വീട്ടുവേലയ്ക്ക് പോകുന്ന ഒരു സ്ത്രീ, രോഗിയായ ഭർത്താവ്, പഠിക്കുന്ന കുട്ടികൾ, ആ വീട്ടിൽ ഇത്രയും പേർ എങ്ങനെ കഴിഞ്ഞു പോകുന്നതെന്നുള്ളത് ദൈവത്തിനും അവർക്ക് മാത്രമേ അറിയാവൂ. അവിടെ പാസ്റ്റർ വരും പ്രാർത്ഥനയ്ക്ക്. മീനും ഇറച്ചിയും വേണം, നിർബന്ധമാണ്. പോകാൻ നേരം 500 കുറഞ്ഞത് കൊടുക്കണം. ഭക്ഷണം പൊതിഞ്ഞ് വേറെയും. ഒരു വിശ്വാസി പങ്കുവച്ചതാണ്. മാസം ഒരു തവണ അവിടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരും. ഇങ്ങനെ തെണ്ടാൻ ഏത് ബൈബിളിലാ പറഞ്ഞിരിക്കുന്നത്? എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇവന്റെ വയറ്റിപ്പിഴപ്പ്, ഇവന്മാരുടെ മുന്നിൽ പോയിരിക്കുന്നവരിൽ നല്ല ആൺപിള്ളേരില്ലാത്തത് ഭാഗ്യം. തറയിൽ നിർത്തരുത്. അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത വിധമാക്കണം. വെറുതെ അല്ല വടക്കേ ഇന്ത്യയിലൊക്കെ ഇവന്മാരെ അടിച്ചോടിക്കുന്നതെന്ന് ഇവന്മാർ മനസ്സിലാക്കുന്നില്ല. ഇതൊന്നും ബന്ധക്കോസുകാരല്ല. ബൈബിളുമായി നടക്കുന്നവരെല്ലാവരും ബന്ധക്കോസുകാരല്ല. ഇത്തരം വിവരക്കേടുകളെ തുറന്നു കാണിക്കുന്നത് ബന്ധക്കോസുകാർ തന്നെയാണ്. പാവപ്പെട്ടവന്റെ വീർപ്പിന്റെയും അന്യന്റെ കഷ്ടപ്പാടിന്റെ പങ്കും അതിന്റെ ഓഹരിയും അവർക്ക് നൽകാതെ അവരുടെ കണ്ണുനീർ വീഴ്ത്തി നാം അന്യായമായി അനുഭവിക്കാൻ ഇടയായാൽ അത് നമ്മുടെ തലമുറയ്ക്കും എന്നും ദോഷം മാത്രമേ ചെയ്യൂന്ന് ഇവന്മാർക്ക് ആര് പറഞ്ഞു കൊടുക്കും? ഉപജീവന മാർഗമാക്കി മാറ്റാനുള്ള ചിന്തയിൽ സുവിശേഷ വേലയെ സ്വയം തിരഞ്ഞെടുക്കുന്നവർ ഇന്ന് ധാരാളമായുണ്ട്. അവരെ പ്രത്യേകം സൂക്ഷിക്കണം. സൂക്ഷിച്ചാൽ ദുഃഖിക്കണം. പണം മാത്രമല്ല, കുടുംബങ്ങളിൽ നല്ല പെൺപിള്ളേരുണ്ടെങ്കിൽ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ അടിച്ചുകൊണ്ട് പോകും. അങ്ങനെയുള്ള കഥകൾ ഒരുപാടുണ്ട്. പറഞ്ഞു തുടങ്ങിയാൽ തീരില്ല.